തൃശൂർ മുതുവറയിൽ ഡിവൈഡർ തകർത്ത സംഭവത്തിൽ മുൻ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ അനിലക്കരയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ കിടക്കുന്നത്. മനഃപൂർവ്വം ഉദ്ദേശത്തോടുകൂടി പൊതുമുതൽ നശിപ്പിച്ചു എന്ന രീതിയിലാണ് എഫ്ഐആർ കിടക്കുന്നത്. 19,160 രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയല്ല ഈ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അനിലക്കര മുതുവറ സെന്ററിലുള്ള ക്ഷേത്രത്തിന് മുന്നിൽ പുതിയതായി പണിത ഡിവൈഡർ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ചുറ്റിക ഉപയോഗിച്ച് ഡിവൈഡർ തകർക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പേരാമംഗലം പോലീസ് അനിലക്കരയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ റോഡ് പണിയുടെ കരാർ കമ്പനി അനിലക്കരയ്ക്കെതിരെ നൽകിയ പരാതിയിലാണ് കേസ്. 19,160 രൂപ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അനിലക്കര മാത്രമല്ല, അനിലക്കരയെ കൂടാതെ കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർക്കെതിരെയും പേരാമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റത്തിന്. ഈ സംഭവത്തിന് അടിസ്ഥാനമായി അനിലക്കര പറയുന്നത് ഈ റോഡിൽ, അതായത് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലാണ് ഈ ഡിവൈഡർ തകർക്കുന്ന സംഭവം ഉണ്ടായത്. മുതുവറ സെൻട്രലിൽ ഒരു യു ടേൺ ഉണ്ട്. അത് കഴിഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വലതുവശത്തായി ശിവക്ഷേത്രം വരുന്നത്. ഇതിന് മുന്നിൽ നേരത്തെ ഒരു യു ടേൺ ഉണ്ടായിരുന്നു. ആ യു ടേൺ ഇപ്പോൾ റോഡ് പണിയുടെ ഭാഗമായി കരാർ കമ്പനി അടച്ചുകെട്ടി. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരത്തുള്ള ആളുകൾക്ക് അവിടേക്ക് പോകണമെങ്കിൽ അമല ആശുപത്രി വരെ പോയി അവിടെ നിന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയി അമല ആശുപത്രിയുടെ മുന്നിലുള്ള യു ടേൺ എടുത്ത് തിരിഞ്ഞ് വരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രതിഷേധം, പന്തംകുളത്തി പ്രകടനമൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡിവൈഡർ കരാർ കമ്പനി അടച്ചുകെട്ടുന്ന ഒരു യു ടേൺ അടച്ചുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടെയാണ് അനിലക്കര ഇന്ന് രാവിലെ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ പണിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ചിറ്റുക എടുത്ത് ആ ഡിവൈഡർ പണി തീർത്ത ഡിവൈഡർ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനിലക്കരയുടെ വീടും ഈ മുതുവറയ്ക്ക് സമീപ പ്രദേശത്ത് തന്നെയാണ്. എന്തായാലും കരാർ കമ്പനിയുടെ പരാതിയിൽ ഇപ്പോൾ അനിലക്കരയ്ക്കും അതുപോലെ കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കെതിരെയും പേരാമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 19,160 രൂപയുടെ നഷ്ടമുണ്ടായതായും എഫ്ഐആറിൽ പറയുന്നുണ്ട്. രേണുക. ശരി അനീഷ്.